നമ്മുടെ മുന്നത്തെ ഒരു വീഡിയോയിൽ റോബോട്ടിക് ക്യാമിന്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. 2 വീഡിയോസ് ആയിട്ടാണ് സെറ്റ് ചെയ്ത, ഒന്ന് ബിൽഡിങ്ങും അതേപോലെ ഒന്ന് വർക്കിങ്ങും. താഴെ തൊട്ടാൽ മതി അത് വരുന്നതായിരിക്കും. അപ്പൊ ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കാണുമ്പോൾ വുഡിന്റെ ലുക്കൊക്കെ ഉണ്ടെങ്കിലും സാധനം അക്രലിക് എന്ന് പറയുന്ന മെറ്റീരിയൽ എന്താണ് കാർബോർഡിനെ കാട്ടി കുറച്ചും കൂടി കട്ടിയും കാണുമ്പോൾ വുഡിന്റെ ഒക്കെ ആ ടൈപ്പും. ബോഡിക്ക് മാത്രം അറൌണ്ട് 400-500 വിലയുണ്ട്. ഇത് ബാക്കിയുള്ള മോട്ടോഴ്സും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് വാങ്ങണം. അപ്പൊ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് 4 ഡിഗ്രി ഓഫ് ഫ്രീഡമിൽ മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു റോബോട്ടിക് ക്യാം ആയിരുന്നു. അതുകൊണ്ട് 4 സെർവേഴ്സ് വേണം. അപ്പൊ ഈ സെർവോ ഒക്കെ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ കോഡും കാര്യങ്ങളും കുറച്ച് മിസ്റ്റേക്ക് ഒക്കെ വന്നപ്പോൾ സെർവോ കുറച്ച് ലോഡ് താങ്ങിയിരുന്നു. അടിയിലുള്ള സെർവോ 3 മോട്ടറും താങ്ങണം, അതേപോലെ ബോഡിന്റെ വെയിറ്റും താങ്ങണമായിരുന്നു. ഞാൻ യൂസ് ചെയ്തത് പ്ലാസ്റ്റിക് ഗിയേഴ്സ് ഉള്ള സെർവോ. ഇതൊന്നും ഞാൻ വാങ്ങുന്നതിന് മുന്നേ ചിന്തിച്ചില്ല. അതുകൊണ്ട് തന്നെ ഒരു ആവശ്യത്തിന് വേണ്ടി ഞാൻ സെർവോസ് എടുത്ത് നോക്കിയപ്പോൾ എല്ലാ സെർവോയും കംപ്ലൈന്റ് ആയിരുന്നു. 1-2 സെർവോക്ക് DC മോട്ടർ കിട്ടുന്ന പോലെ ആയിരുന്നു കിട്ടുന്നത്. ഒരു സെർവോയിൽ നോക്കിയപ്പോൾ ഗിയർ പൊട്ടിയിട്ട് ഉള്ളിൽ പ്ലാസ്റ്റിക്കേഷനും കൂടിയും കിടക്കായിരുന്നു. അത്യാവശ്യം ലോഡ് താണെന്നുണ്ടെങ്കിൽ MG90 മുതലുള്ള മേലേക്കുള്ള മോട്ടോഴ്സ് വാങ്ങാൻ വേണ്ടി നോക്കുക. പിന്നെ ബോഡി വാങ്ങുമ്പോൾ മിനിമം 3D പ്രിന്റഡ് ചെയ്തിട്ടുള്ള പ്ലാസ്റ്റിക്കിന്റെ ബോഡീസ് വാങ്ങാൻ വേണ്ടി നോക്കുക. അപ്പൊ നമ്മുടെ ചാനലിൽ ഇതേമാതിരി സാധനങ്ങളായിരിക്കും ഉണ്ടാക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ